അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നൂറിന്റെ വഴികൾ ഇഷ്കിൻ നിലാവ് എന്ന നമ്മുടെ ഈ തണലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർത്തുവെക്കേണ്ട ചില സത്യങ്ങളെക്കുറിച്ചാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തനിച്ചിരുന്ന് ആലോചിച്ചിട്ടുണ്ടോ, എന്തിനാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇത്രയധികം പരീക്ഷണങ്ങളെന്ന്? ചിലർക്കത് സമ്പത്തിന്റെ കുറവായിരിക്കാം, ചിലർക്ക് മാറാരോഗങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാടോ തകർന്ന ബന്ധങ്ങളോ ആയിരിക്കാം. എല്ലാവർക്കും പറയാൻ ഓരോ വേദനയുടെ കഥകളുണ്ടാകും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകം ഒരു സുഖവാസ കേന്ദ്രമല്ല, ഇതൊരു പരീക്ഷാശാലയാണ്. പരീക്ഷണം അല്ലാഹുവിന്റെ സ്നേഹം. വിശുദ്ധ ഖുർആൻ നമ്മോട് ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഭയം കൊണ്ടും വിശപ്പുകൊണ്ടും സമ്പത്തിന്റെയും ജീവന്റെയും നാശനഷ്ടങ്ങൾ കൊണ്ടും അല്ലാഹു നമ്മെ പരീക്ഷിക്കും. എന്നാൽ ഇതിന്റെയൊക്കെ അവസാനം അല്ലാഹു പറയുന്നതെന്താണെന്നോ? ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത നൽകുക. നമ്മെ സ്നേഹിക്കുന്ന പടച്ചതമ്പുരാൻ എന്തിനാണ് നമ്മെ വേദനിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഓർക്കുക, പരീക്ഷിക്കപ്പെടാത്ത സ്നേഹം ഒരിക്കലും പൂർണ്ണമാകില്ല. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ അവൻ വീഴും, അവന് വേദനിക്കും. പക്ഷേ ആ വീഴ്ചയാണ് അവനെ ശക്തനാക്കുന്നത്. അവൻ വീഴുമ്പോൾ ഓടിച്ചെന്നവനെ കോരിയെടുക്കുന്ന ഉമ്മയെപ്പോലെ നമ്മൾ പരീക്ഷണങ്ങളിൽ തളർന്ന് അല്ലാഹുവിലേക്ക് മടങ്ങിവരാൻ അവൻ ആഗ്രഹിക്കുന്നു. നാം അവന്റെ അടുത്തേക്ക് മടങ്ങാനായി അവൻ നൽകുന്ന ചെറിയ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ പരീക്ഷണങ്ങൾ. സബർ, വിശ്വാസിയുടെ കരുത്ത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കാണ് സബർ അഥവാ ക്ഷമ. ക്ഷമയെന്നാൽ വെറുതെ വിധി പറഞ്ഞിരിക്കലല്ല. കണ്ണു നിറയുമ്പോഴും ഹൃദയം വിങ്ങുമ്പോഴും പടച്ചവനെ കുറ്റപ്പെടുത്താതെ അവനിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് നന്മയുടെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് യഥാർത്ഥ ക്ഷമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്ന ഓരോ ചെറിയ വേദനയും അവന്റെ ശരീരത്തിൽ തറയ്ക്കുന്ന ഒരു മുള്ളുപോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. നിങ്ങളുടെ കണ്ണീർത്തുള്ളികൾ ഈ ഭൂമിയിൽ വീണ് ഇല്ലാതാകുന്നുണ്ടാകാം, പക്ഷേ അല്ലാഹുവിന്റെ കണക്കുപുസ്തകത്തിൽ അവയ്ക്ക് വലിയ വിലയുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യനായി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്റെ ദുആകൾ വൈകുന്നു? പലരും പരാതി പറയാറുണ്ട്, ഞാൻ അത്രയധികം നിസ്കരിക്കുന്നു, കരഞ്ഞു ദുആ ചെയ്യുന്നു, എന്നിട്ടും എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, ദുആ വൈകുന്നത് അത് അല്ലാഹു കേൾക്കാത്തതുകൊണ്ടല്ല. നബി സല്ലല്ലാഹു പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ദുആയ്ക്കും 3 ഉത്തരങ്ങളുണ്ട്. ഒന്നുകിൽ ചോദിച്ചത് ഉടനെ നൽകും, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് പരലോകത്തേക്കു വേണ്ടി കരുതിവയ്ക്കും. അതുമല്ലെങ്കിൽ ആ ദുആയുടെ പകരമായി വലിയൊരു ആപത്തിനെ അല്ലാഹു തടയും. നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിലുള്ള ചെറിയ ചിത്രമാണ്, എന്നാൽ അല്ലാഹു കാണുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ രൂപമാണ്. നമുക്കിഷ്ടപ്പെട്ടതല്ല, നമുക്ക് ഗുണകരമായതാണ് അവൻ നൽകുന്നത്. ഒരു കുട്ടിക്ക് കൈപ്പുള്ള മരുന്ന് നൽകുന്ന ഉമ്മയെപ്പോലെ നമ്മുടെ ആത്മാവിന് ഗുണകരമായത് നൽകാൻ അവൻ ചിലപ്പോൾ ദുആകൾ വൈകിപ്പിക്കും. ആ വൈകുന്നത് നമ്മെ ശിക്ഷിക്കാനല്ല, മറിച്ച് നമ്മെ മാറ്റാനാണ്, നമ്മിലെ അഹങ്കാരം കുറയ്ക്കാനാണ്, നമ്മെ അവനോട് കൂടുതൽ അടുപ്പിക്കാനാണ്. തകർന്ന ഹൃദയങ്ങളിൽ അല്ലാഹുവുണ്ട്. എല്ലാം ശരിയായി നടക്കുമ്പോൾ നാം അല്ലാഹുവിനെ ഓർക്കാറില്ല. എന്നാൽ എല്ലാം തകർന്ന് മറ്റാരുമില്ലെന്ന് തോന്നുമ്പോൾ നാം പടച്ചവനെ വിളിക്കും. അപ്പോഴാണ് നാം സത്യസന്ധമായി അവനോട് സംസാരിക്കുന്നത്. അല്ലാഹു തകർന്ന ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. നിങ്ങൾക്ക് ദുആ ചെയ്യാൻ വാക്കുകൾ കിട്ടുന്നില്ലേ? എങ്കിൽ സാരമില്ല, നിങ്ങളുടെ കണ്ണുനീരിന് അവനോട് സംസാരിക്കാനറിയാം. അത് അവനിഷ്ടപ്പെട്ട ഭാഷയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നാളെ നിങ്ങൾ പറയുന്ന ഒരു വലിയ നന്ദിയുടെ ശുക്ർ കാരണമാകും. അല്ലാഹുവിന്റെ സമയം ഒരിക്കലും തെറ്റാറില്ല. അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിങ്ങളെ ഒരു പുതിയ മനുഷ്യനായി ഒരുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം ഇന്ന് തകർന്നിരിക്കാം. പക്ഷേ ഓർക്കുക, അല്ലാഹു വസിക്കുന്നത് തകർന്ന ഹൃദയങ്ങളിലാണ്. അവനെ വിട്ടുപോകരുത്. അവനോട് പരാതിപ്പെടൂ, അവനോട് കരയൂ. ഇന്ന് വേദനയായത് നാളെ നിങ്ങൾ അവനെ വിട്ടുപോയില്ലെന്നതിന്റെ സാക്ഷിയാകും. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ മറ്റുള്ളവർക്കും എത്തിക്കൂ. ഒരു ഷെയർ കൊണ്ട് ഒരുപക്ഷെ ഒരാളുടെ ജീവിതം മാറിയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ കണ്ട് തളരരുത്, പ്രാർത്ഥനകൾ ഉപേക്ഷിക്കരുത്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പെയ്യുന്ന ഈ മഴ നാളെ ഒരു വലിയ വസന്തത്തിന് കാരണമാകും. നന്മയുടെ ഈ വഴികളിൽ ഇന്നും കൂടെയുണ്ടാകാൻ നൂറിന്റെ വഴികൾ ഇഷ്കിൻ നിലാവ് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു നമ്മെ ഏവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.